ഹായ് ഫ്രണ്ട്സ്, ടെക്കാൻമൂവിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പല സാഹചര്യങ്ങളിലും നമുക്ക് കമ്പ്യൂട്ടറും അല്ലെങ്കിൽ മൊബൈൽ തമ്മിൽ ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും നമ്മൾ അതിനായി ആശ്രയിക്കുന്ന USB കേബിളിനെയാണ്. നമുക്ക് അതല്ലാതെ തന്നെ വയർലെസ് ആയിട്ട് നമുക്ക് ഷെയറിറ്റ് പോലുള്ള ആപ്സുകൾ അതുവഴി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഷെയറിറ്റ് പോലുള്ള ആപ്സുകളൊക്കെ യൂസ് ചെയ്താൽ പോലും നമുക്ക് ഇത് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം, ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യണം, നമുക്ക് രണ്ടും തമ്മിൽ പെയർ ചെയ്യണം. അപ്പോൾ അതിനേക്കാളൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് നമുക്ക് വയർലെസ്ലി നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം FTP സെർവർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ആദ്യത്തെ റിസൾട്ടിൽ തന്നെ വരുന്ന ഈ WiFi FTP സെർവർ ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാളായി, ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസ് ആണ്. അപ്പോൾ അതിങ്ങനെ വരും. നമുക്കിത് പ്രോ വേർഷൻ അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഞാൻ ചെയ്തത് ഫ്രീ വേർഷനാണ്. പ്രോ വേർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം, ആഡ് ഫ്രീ ആയിരിക്കും. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിലെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ട് നമുക്ക് ലാപ്ടോപ്പിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ വൈഫൈ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ ഹോട്ട്സ്പോട്ട് വഴി ഓൺ ചെയ്തിരിക്കുന്ന മൊബൈൽ, അത് നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുക. സോ പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഈ താഴെയായിട്ട് നമുക്ക് ഇങ്ങനെയൊരു ഓപ്ഷൻസ് വരും. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് സെർവർ URL എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അഡ്രസ്സാണ്. അപ്പോൾ ഇങ്ങനെയൊരു ഓപ്ഷൻ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ലാപ്ടോപ്പിലേക്ക് വരിക. അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടറിൽ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആഡ് നെറ്റ്വർക്ക് ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു സെറ്റപ്പ് വിസാർഡ് വരും. നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് ലൊക്കേഷൻ, അതുപോലെ തന്നെ വെബ്സൈറ്റ്, FTP സൈറ്റ്, നെറ്റ്വർക്ക് ലൊക്കേഷനൊക്കെ ആഡ് ചെയ്യാനുള്ള. അപ്പോൾ ഒരു ഓപ്ഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അപ്പോൾ നെക്സ്റ്റായിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ വരും, ഇൻ്റർനെറ്റ് ഓർ നെറ്റ്വർക്ക് അഡ്രസ്സ് കൊടുക്കാനുള്ള. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു അഡ്രസ്സ് നമുക്ക് ഇവിടെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ അഡ്രസ്സ് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം, അതുകൊണ്ടാണ് ഈ അഡ്രസ്സ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അത് നമുക്ക് അനോണിമസ് ആയിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പാസ്വേഡും യൂസർ നെയിമൊക്കെ സെറ്റ് ചെയ്യാം. നമ്മൾ സ്വന്തമായിട്ടുള്ള മൊബൈൽ യൂസ് ചെയ്യുന്നതിന് അതിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് നെറ്റ്വർക്ക് ലൊക്കേഷൻ അതിനൊരു പേര് കൊടുക്കാം നമുക്ക്, ഇല്ലെങ്കിൽ നമ്മുടെ IP അഡ്രസ്സ് ആയിരിക്കും വരുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ മൊബൈലിന് മൈ മൊബൈൽ എന്നൊരു പേര് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സെറ്റപ്പൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഫിനിഷ് കൊടുക്കാം. ഫിനിഷ് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു വന്നിരിക്കുന്നത് നമ്മുടെ മൊബൈലിലെ ഫയൽ മാനേജറാണ്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജാണ്. അതിൻ്റെ അകത്തുള്ള എല്ലാ ഓപ്ഷൻസും ഫോൾഡേഴ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഈ മൊബൈലിലുള്ള ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഫോൾഡേഴ്സ് തന്നെയാണ് അതിൻ്റെ അകത്തും കാണിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളത് ഏത് വേണമെങ്കിലും അവിടെ സെലക്ട് ചെയ്യാം, കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നൊരു വീഡിയോ ഫയൽ എടുത്തിട്ട് നമുക്കതൊന്ന് കോപ്പി ചെയ്ത് നോക്കാം. നമുക്ക് എത്ര സ്പീഡിൽ കോപ്പി ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫയൽ നമുക്ക് ഏകദേശം 350 MB ഉണ്ട്. നമുക്ക് ആ ഫയലൊന്ന് കോപ്പി ചെയ്ത് നോക്കാം. കോപ്പി കൊടുത്തു. നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയി പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം, അത്യാവശ്യം നമ്മൾ വൈഫൈയിൽ ഏതൊരു വൈഫൈ നെറ്റ്വർക്കിലും അല്ലെങ്കിൽ USB വഴി ഉപയോഗിക്കുന്ന അതേ സ്പീഡിൽ തന്നെ ഇവിടെയും കോപ്പി ആകുന്നുണ്ട്. ഇപ്പം നമുക്ക് സാധാരണ നമ്മൾ കമ്പ്യൂട്ടറിൽ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. നമുക്ക് പ്രത്യേകം സെൻഡ് ചെയ്യുന്നു, റിസീവ് ചെയ്യേണ്ടോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇതിൻ്റെ അകത്തില്ല. ഇപ്പോൾ ആ ഫയലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഈ ഒരു ലൊക്കേഷൻ ഓൺ ചെയ്യാൻ വേണ്ടി നമുക്ക് മൈ കമ്പ്യൂട്ടറിൽ പോയിട്ട് അവിടെ നമുക്ക് നെറ്റ്വർക്ക് ലൊക്കേഷനിൽ നമുക്ക് നമ്മുടെ ആ ഒരു മൊബൈലിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത FTP നെറ്റ്വർക്കിൻ്റെ ആ ഒരു ഓപ്ഷൻ കാണാം. നമുക്ക് അവിടെ നിന്ന് അത് എപ്പോൾ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ മൊബൈലിൽ ഇൻറ്റേർണൽ മെമ്മറി അല്ലെങ്കിൽ നമ്മുടെ ഫയൽ മാനേജർ എല്ലാം ഓപ്പൺ ആയി വരും. അതുപോലെ തന്നെ ആദ്യം നമ്മൾ മൊബൈലിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്കാണ് കോപ്പി ചെയ്തത്. നമുക്ക് തിരിച്ചൊന്ന് കോപ്പി ചെയ്ത് നോക്കാം. ഈ ഒരു PDF ഫയൽ നമുക്ക് ഇതിലേക്കൊന്ന് കോപ്പി ചെയ്ത് നോക്കാം. നമ്മൾ കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫയലും മൊബൈലും കമ്പ്യൂട്ടറോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ജസ്റ്റ് നമ്മുടെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ നമുക്ക് FTP സെർവർ സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് വൈഫൈ കണക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ നെറ്റ്വർക്ക് ലൊക്കേഷനിൽ ഇത് കാണിക്കും. അവിടെ നമുക്ക് കോപ്പി അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാം. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.